ഒരു മൊബൈൽ ഫോൺ എടുക്കുമ്പോഴും ലാപ്ടോപ്പ് എടുക്കുമ്പോഴും പ്രധാനമായിട്ട് വരുന്ന ഈ റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിങ്ങനെ ഓപ്ഷൻ ഈ സൈറ്റുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? റീഫർബിഷ്ഡ് ലാപ്ടോപ്പുകൾ എങ്ങനെ വിപണിയിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ, നിലവിൽ ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്രകാരം പഴയ ലാപ്ടോപ്പ് കൊടുത്തിട്ട് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന, എന്നിട്ട് ഈ പഴയ വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് പഴയ ഈ പ്രോഡക്റ്റുകൾ സെയിലിന് വരുന്നത്. അത് ഓതറൈസ്ഡ് കമ്പനികളുണ്ട് റീഫർബിഷ് ചെയ്യുന്നത്. അവർ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ തന്നെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മ, ചിലപ്പോൾ സ്പീക്കർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റാം മോശമായിരിക്കും, അതൊക്കെ റീപ്ലേസ് ചെയ്ത് ചെക്കൊക്കെ ചെയ്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ വാറൻറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ വാറൻറ്റിയോടുകൂടി വിൽക്കുന്നതാണ് ഈ റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. നമുക്കിപ്പം സാധാരണ ഉപയോഗത്തിന് ഒരുപാട് പണമൊന്നും മുടക്കാനില്ല. പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങാൻ 30,000 രൂപ മുടക്കേണ്ട അടുത്ത് നമ്മുടെ കയ്യിലൊരു 12,000-15,000 രൂപയുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും റീഫർബിഷ്ഡ് ലാപ്ടോപ്പിലേക്ക് പോകാം. അതേ സ്പെസിഫിക്കേഷനുള്ള സാധനം കിട്ടും. ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, ലാപ്ടോപ്പിൻ്റെ പ്രോസസ്സർ ഒരുപാട് പഴയതാകാൻ പാടില്ല. അതായത് ഇൻ്റൽ പ്രോസസ്സറിൻ്റെ i3 ആണെങ്കിൽ അവർക്ക് ജനറേഷൻ എന്ന് പറയും. അതായത് ടെക്നോളജിയുടെ ഒരു പ്രോഗ്രസ് അനുസരിച്ച് അതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ജനറേഷൻ 13 അല്ലെങ്കിൽ 14 ആയിരിക്കും. അത് പുറകോട്ട് പോകുമ്പം ജനറേഷൻ 12, 11, 10, 8 താഴോട്ടുള്ള i3 പ്രോസസ്സർ 8th ജനറേഷൻ അല്ലെങ്കിൽ 10 ജനറേഷൻ പുറകോട്ടുള്ളത് വാങ്ങാതിരിക്കുക. അതൊരു 5-8 വർഷം പഴക്കമുള്ളതായിരിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിച്ചാൽ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഒരു വർക്കബിളായിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ തന്നെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഈ മൊബൈലിൻ്റെ കേസാണെങ്കിലും ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന മൊബൈലാണ് വിപണിയിലെത്തുന്നത്. അതും ഈ കമ്പനികൾ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയായിരിക്കും വിൽപ്പനയ്ക്ക് വരിക. ഇപ്പം വീട്ടിലൊരു പ്രായമുള്ള ആളുണ്ട്, അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയത്തില്ല. സ്മാർട്ട് ഫോണുകൾ അവർക്കൊന്ന് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റുഡൻ്റ് ഉണ്ട്, അതായത് ഒരു പുതിയ ഇത് വാങ്ങിക്കാൻ ഉള്ള മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം റീഫർബിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് യാതൊരു തെറ്റുമില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും പുതിയ മൊബൈലിലേക്ക് പോകാതെ ഒരു മൊബൈൽ ഇറങ്ങി 6 മാസം 8 മാസം കഴിയുമ്പോൾ അതിൻ്റെ ടെക്നോളജി പഴയതാകുകയാണ്. കമ്പോണൻസിൻ്റെ പ്രോസസ്സറിൻ്റെ സ്പീഡ്, അതിനേക്കാളും വേഗതയുള്ള പ്രോസസ്സറുകളും ഫോണുകളും നിലവിൽ വരുമ്പോൾ പഴയതിൻ്റെ വില കുറയുന്നു. അങ്ങനെ ഒരു വർഷം, 1.5 വർഷം, 2 വർഷം പഴക്കമുള്ള മോഡലുകൾ ഒരു 50% വിലക്കുറവ് അതിന് താഴെയൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. അത് മാത്രമായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഒരു 25,000 രൂപയുടെ മൊബൈൽ ഒരുപക്ഷെ നമുക്കൊരു 8,000 രൂപയ്ക്ക് അന്നത്തെ പ്രീമിയം സെഗ്മെൻറ്റ് മൊബൈലായിരിക്കും. സാധാരണ ഉപയോഗങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഒരു 8,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സാധാരണ ഉപയോഗത്തിന് ക്യാമറയൊക്കെ നല്ലതായിരിക്കും. സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വിളിക്കാനൊക്കെ തന്നെ നല്ല ഒരു ചോയ്സ് ആയിരിക്കും അത്തരം റീഫർബിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാകത്തില്ലേ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫോണുകൾക്കെല്ലാം തന്നെ ഒരു 3 വർഷത്തേക്കൊക്കെ അല്ലെങ്കിൽ 2 വർഷത്തേക്കാണ് അപ്ഡേറ്റുകൾ കൊടുക്കാറുള്ളത്. നിലവിൽ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ലഭിക്കും. അത് നമുക്കൊരു 3 വർഷത്തോളം ഓടിക്കാം. പിന്നീട് ചെയ്യേണ്ടത്, അങ്ങനെ തീരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം റോമുകൾ പോലെയുള്ള ഓപ്ഷനിലേക്ക് പോകാം. അതായത് കസ്റ്റം റോമുകൾ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഹോബീസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. അവർ ഏതെങ്കിലും ഒരു മൊബൈലിന് ഫോക്കസ് ചെയ്തിട്ട് ആൻഡ്രോയിഡിൻ്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ചിട്ട് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ്രോയിഡ് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഇത്. പക്ഷേ 2-3 വർഷം മുമ്പ് ഇറങ്ങിയ മൊബൈലായിരിക്കാം, അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം നിന്ന് പോയിട്ടുണ്ടാകും. പക്ഷേ ഈ കസ്റ്റം റോമുകൾ അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ആൻഡ്രോയിഡ് 15 16 ഒക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പഴയ ഫോണിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം. അങ്ങനെ ഏറ്റവും പുതിയ വെർഷൻ ആൻഡ്രോയിഡ് ഇട്ടുകൊണ്ട് തന്നെ പുതിയ മൊബൈലിൻ്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എൻ്റെ കയ്യിലൊരു പഴയ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഈ പഴയ ലാപ്ടോപ്പ് സ്പീഡ് ഭയങ്കര കുറവാണ്. അപ്പം എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമാണ്. കുറച്ച് ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു ലാപ്ടോപ്പാണെന്ന് വെച്ചു. അപ്പോൾ എനിക്കത് കൊടുക്കാൻ പറ്റത്തില്ല. സ്പീഡ് കൂട്ടുകയും വേണം, പെർഫോമൻസ് ഒന്ന് കൂട്ടുക. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അത്തരം ഒരു കാര്യത്തിന് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുക. നമ്മുടെ പഴയ ലാപ്ടോപ്പ് 4-5 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പ് സ്പീഡ് കുറയാനുള്ള പ്രധാന കാരണം അതിൻ്റെ സ്റ്റോറേജ് HDD സ്റ്റോറേജ് ആയിരിക്കും. അത് കാലഹരണപ്പെട്ടതോ പഴയതോ ഒക്കെ ആകുമ്പോൾ സ്പീഡ് കുറയും. പിന്നെ പഴയ HDD സ്റ്റോറേജ് ബൾക്കിയാണ്, ഹെവിയാണ്, വെയിറ്റ് കൂടും. അന്നേരം നമ്മളത് റീപ്ലേസ് ചെയ്തിട്ട്
SSD സ്റ്റോറേജ് വാങ്ങിച്ചിട്ടാൽ മതി. SSD ഇടും. അത് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 512 GB 1 TB ഒക്കെ 1 TB സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് റീപ്ലേസ് ചെയ്ത് തരും. ലാപ്ടോപ്പിൻ്റെ സ്പീഡ് വളരെ കൂടും. അതുപോലെ ഈ SSD സ്റ്റോറേജുകൾ നമ്മൾ ലോക്കൽ ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വില കൂടുതലായിരിക്കും. ഇപ്പം 1500 രൂപ കിട്ടേണ്ട സാധനം അവർ 2500 രൂപ വാങ്ങിക്കും. അങ്ങനെ ഓൺലൈൻ വാങ്ങിച്ചിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റി തരും. പിന്നെ മറ്റൊരു ഘടകം പഴയ ലാപ്ടോപ്പുകളുടെ സ്പീഡ് കൂട്ടാനുള്ളത് അതിൻ്റെ മെമ്മറി, അതായത് റാമിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക. പഴയ ലാപ്ടോപ്പുകൾ ഒരുപക്ഷെ 4 GB റാമേ ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ തന്നെ നമുക്കതിൻ്റെ ഏത് മെമ്മറിയാണ്, റാമാണ്, എത്ര GB-യുടെ, അതിൻ്റെ മോഡൽ നമ്പറൊക്കെ തന്നെ നമ്മൾ വിൻഡോസ് ആണെങ്കിലും ഒക്കെ തന്നെ അറിയാൻ സാധിക്കും. പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്തിട്ട് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മെമ്മറി വാങ്ങിച്ചിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ 4-8 ആക്കുക. അന്നേരം സ്റ്റോറേജ് മാറ്റുക, റാം മാറ്റുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ലാപ്ടോപ്പിൻ്റെ സ്പീഡ് കൂടും. ഇനിയും നിങ്ങൾക്കൊരു 3-4 വർഷത്തേക്ക് ഇതേ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫോണിന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഈ എക്സ്ചേഞ്ചിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു വന്നു. അതെ. ഈ എക്സ്ചേഞ്ചിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നമ്മൾ എങ്ങനെയാണ് ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഫോണിന് പുതിയൊരു ഫോൺ മേടിക്കാൻ ആഗ്രഹിക്കുന്നു. കയ്യിലിരിക്കുന്ന ഫോണിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന 2 സാഹചര്യത്തിലും എങ്ങനെയാണ് നമ്മളൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത്? എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി നമ്മൾ ഈ സാധനം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ ആദ്യം നോക്കേണ്ടത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ്. ഇപ്പോൾ ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൈമാറേണ്ട ആൾ, ഇതിൻ്റെ പുതിയ ഫോണും കൊണ്ട് വരുന്ന ആൾ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ അവർ വരും. എന്നിട്ട് ഈ പഴയ ഫോൺ പരിശോധിക്കും, അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അന്നേരം നിങ്ങളുടെ ഫോണിൻ്റെ വൈഫൈ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്ക്രീൻ ഓക്കെ ആണോ, സ്ക്രാച്ച് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ മാത്രമേ അവരെടുക്കത്തുള്ളൂ. ഇപ്പം നിലവിലിപ്പം കൂടുതൽ സ്ക്രാച്ചുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4000 രൂപ തരാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവർ 800 രൂപ കുറയ്ക്കും. അതുകൊണ്ട് ഫോണിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കുക. ചെറിയ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തത് പരിഹരിച്ച് വെക്കുക. ലാപ്ടോപ്പിന് ഇത് തന്നെയാണ്. ലാപ്ടോപ്പ് നമ്മളിപ്പം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യാൻ വരുമ്പം അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഹാർഡ്വെയർ മൊത്തം പരിശോധിക്കും. നിലവിൽ വൈഫൈ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഡിസ്പ്ലേ ഓക്കെ ആണോ, ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ആ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വേണം എക്സ്ചേഞ്ചിന് വേണ്ടി തയ്യാറെടുക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് നിലവിലുള്ള വിലയേക്കാൾ അവർ നിശ്ചയിച്ച ഓൺലൈനിൽ പറയുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയായിരിക്കും നമുക്ക് ഈ പഴയ സാധനത്തിന് തരിക. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ എക്സ്ചേഞ്ച് ഓഫർ കൃത്യമായി നമുക്ക് കിട്ടും. അതെ, പുതിയൊരു ഫോൺ മേടിക്കുമ്പോൾ എക്സ്ചേഞ്ച് ഓഫറും കാർഡ് ഓഫറും കിട്ടും. അപ്പോൾ ഈ കാർഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഈ കാർഡ് ഓഫറിലേക്ക് വരുമ്പം ഏതൊക്കെ കാർഡുകൾ നമ്മൾ ഈ ഇപ്പോൾ വരുന്ന ഈ സെയിലിനകത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് സാറിന് തോന്നുന്നത്? ഓരോ സെല്ലർ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഈ സെയിൽ സമയത്ത് കൂടുതൽ കാർഡുകൾക്ക് ഓഫർ അവർ പ്രഖ്യാപിക്കാറുണ്ട്. അത് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും. സാധാരണഗതിയിൽ ഫ്ലിപ്കാർട്ടിന് അവരുടെ ആക്സിസ് ബാങ്ക് ഫ്ലിപ്കാർട്ട് കാർഡുണ്ട്. അവരിപ്പോൾ SBI ഫ്ലിപ്കാർട്ട് കാർഡും കൂടെ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ 2 കാർഡുകൾക്കാണ്, മറ്റ് ചില കാർഡുകൾ HDFC ഇത്തരം കാർഡുകൾക്കാണ് ഡിസ്കൗണ്ടുകൾ തരിക. അവരുടെ എക്സ്ക്ലൂസീവ് കാർഡുകളായ ആമസോൺ, ആക്സിസ് ബാങ്ക് ഫ്ലിപ്കാർട്ട്, SBI ഫ്ലിപ്കാർട്ടിന് കൂടുതൽ ഡിസ്കൗണ്ട് വരും. മറ്റ് കാർഡുകളാണെങ്കിൽ മറ്റ് 3000 രൂപ തരേണ്ടടുത്ത് 1500 രൂപ കുറവേ തരികയുള്ളൂ. അതുപോലെ ആമസോണിലാണെങ്കിൽ ആമസോണിൻ്റെ ഒരു ICICI ബാങ്ക് ആമസോൺ കാർഡുണ്ട്. ഈ സെയിൽ സമയത്ത് അതുപയോഗിച്ച് ഡിസ്കൗണ്ട് അവർ തരില്ല. പകരം SBI, HDFC മറ്റ് കാർഡുകളൊക്കെ ആയിരിക്കും തരിക. അന്നേരം നമ്മൾ തീർച്ചയായിട്ടും ഈ സെയിൽ സമയത്ത് നോക്കുക, ഈ പോപ്പുലറായിട്ടുള്ള ഏതൊക്കെ കാർഡുകളാണ് കൂടുതൽ ഓഫർ തരാൻ അവർ തരും. മിക്കവാറും ആമസോണിൽ SBIയുടെ കാർഡ്, കൊഡാക് മഹീന്ദ്ര അല്ലെങ്കിൽ HDFC ബാങ്കിൻ്റെ കാർഡ്, അങ്ങനെ ഒരു റേഞ്ച് കാർഡുകളുണ്ട്. ആ കാർഡുകൾക്കാണ് സാധാരണ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളത്. അത്തരം എല്ലാ കാർഡും നമുക്കില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന കാർഡുകളുണ്ടെങ്കിൽ അവർ വഴി വാങ്ങിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുക. ഇതാണ് ഈ കാർഡുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. എല്ലാ കാർഡും നമുക്ക് ഒരുപക്ഷെ വാങ്ങിച്ചു വെക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളൊരു ഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പറയുന്ന എക്സ്ചേഞ്ച് പോകണമെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് കിട്ടുന്നു, ഒപ്പം തന്നെ കാർഡ് ഓഫർ കിട്ടുന്നു. ഈ ഫോണിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുന്നു, അങ്ങനെ ഒരു ഫോൺ മേടിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ബുദ്ധിപരമായ. തീർച്ചയായിട്ടും. അതായത് സെയിൽ സമയത്ത് ഈ കമ്പനി ഒരു 25,000 രൂപയുള്ള ഫോണിന് 5,000 രൂപ കുറയ്ക്കുന്നു, 20,000 ആകുന്നു. പിന്നെ ഈ സെല്ലർ തരുന്ന എക്സ്ട്രാ ഡിസ്കൗണ്ട്, ഒരു പക്ഷേ കാർഡ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ വീണ്ടും 3,000 രൂപ കുറയുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ 8,000 രൂപയാണ് ടോട്ടൽ കുറഞ്ഞു വരും. പിന്നെ കാർഡ് ഇല്ലാത്ത ആൾക്ക് 3,000 രൂപ
ആ ഓഫർ കിട്ടത്തില്ല. നമ്മൾ ഒരു ഫോൺ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ എന്തെങ്കിലും വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതാണോ ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യത്തിൽ രണ്ട് പക്ഷമുണ്ട്. ഒരു കുറച്ച് പഴയ ജനറേഷൻ എപ്പോഴും ഒരു ഷോപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷേ കുറച്ചും കൂടെ പുതിയ ജനറേഷൻ മിക്സഡാണ്. ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നവരുണ്ട്, ഓൺലൈൻ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം ഏതാണ് കുറച്ചുകൂടെ സാമ്പത്തികമായി നല്ലത്, സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് നല്ലത് എന്നുള്ള കാര്യം ഒന്ന്. ഇപ്പം ഓൺലൈൻ വാങ്ങിക്കുന്നതും ഓഫ്ലൈൻ വാങ്ങിക്കുന്നതും ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. മത്സരം മുറുകിയപ്പം ഓൺലൈൻ ഷോപ്പുകാരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓഫ്ലൈൻ ഷോപ്പുകാർ ഓൺലൈനിലെ ഏകദേശം അതേ വിലയൊക്കെയാണ് കൊടുക്കാറുള്ളത്. എങ്കിൽ പോലും നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു, എന്തായാലും ഒരു ഷോപ്പ് 1-2 ഷോപ്പുകളിൽ ഇപ്പം കൂടുതൽ നെറ്റ്വർക്കുള്ള ഷോപ്പുകളാണ് കൂടുതൽ വില കുറച്ച് തരുന്നത്. കാര്യം അവർ ബൾക്കായിട്ട് സാധനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഡിസ്കൗണ്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. കൂടുതൽ വോളിയം എടുക്കുമ്പോൾ അതനുസരിച്ച് മാർജിൻ കിട്ടും. അതാണ് അതിൻ്റെ തത്വം. ഷോപ്പുകളിൽ പോയി അന്വേഷിക്കുക ഈ പറയുന്ന ലാപ്ടോപ്പ് അവിടെ എന്ത് വിലയാണ് അല്ലെങ്കിൽ എത്രത്തോളം കുറച്ച് തരാൻ പറ്റും. അതേ സാധനം ഇവിടെ നോക്കുക, ഓൺലൈനിൽ നോക്കുക, അതിൻ്റെ വില വ്യത്യാസങ്ങൾ നമ്മൾ നോക്കുക. വിലയിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതേ വിലയ്ക്ക് ലോക്കൽ ഷോപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയി നേരിട്ട് വാങ്ങുക. പിന്നെ ഇത് എവിടുന്ന് വാങ്ങിച്ചാലും ഇതിൻ്റെ ബില്ലും ഇൻവോയ്സും എല്ലാം നമുക്ക് ഇവർ കൈമാറും. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവരതിനുള്ള പരിഹാരം സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അപ്പോൾ ഈ ചില ആളുകളുടെ ഒരു സംശയമാണ് ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ വാറണ്ടി കിട്ടുമോ എന്നുള്ള സംശയമാണ്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് ബില്ലിൻ്റെ പോലും ആവശ്യമില്ല. നമ്മൾ ഈ പ്രോഡക്റ്റുമായിട്ട് സർവീസ് സെൻറ്ററിൽ ചെല്ലുക, അതിൻ്റെ സീരിയൽ നമ്പർ അവർ സോഫ്റ്റ്വെയറിൽ കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇന്ന് വാങ്ങിച്ചു, ആര് വാങ്ങിച്ചു, ഏത് സെല്ലറാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും. വാറണ്ടി കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ബില്ലിൻ്റെ പോലും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. അന്നേരം എവിടുന്ന് വാങ്ങിച്ചാലും ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും സാധനത്തിന് കേടുവന്നാൽ ഷോപ്പിൽ ചെന്നാൽ അവർ വാങ്ങി തരികയോ പൈസ തിരികെ ചെയ്യില്ല. സർവീസ് സെൻറ്ററിൽ ചെല്ലാനേ പറയുകയുള്ളൂ. അതുകൊണ്ട് എവിടെയാണോ വിലക്കുറവ് അവിടുന്ന് സാധനം വാങ്ങുക. ശരി. ഇപ്പോൾ ചില മൊബൈൽ ഫോണിൻ്റെ ഒരു കാര്യം തന്നെ നമ്മൾ എടുക്കുമ്പോഴേ പല ടൈപ്പ് ഓഫ് കമ്പനികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി ഈ കമ്പനികളെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയാണ്. അതെ, ഒരു വലിയ കമ്പനിയുടെ ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു കമ്പനിയിൽ നിന്ന് ഫോൺ മേടിക്കണം. ഇപ്പം നത്തിങ് പോലെയുള്ള പുതിയൊരു എനിക്കൊന്ന് UK ബേസ് അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ എവിടെ നിന്നാണ് ഏത് കമ്പനി ഫോണാണെന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരു ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. കാരണം ഒരേ സമയം തന്നെ ഒട്ടനവധി ഫോണുകൾ വിപണിയിലുണ്ട്, സ്പെസിഫിക്കേഷൻ മാറുന്നു. റിയൽമിയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ വിലയ്ക്ക് വലിയ ടെക്നോളജി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു യൂസർ ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ലോ സത്യം പറഞ്ഞാൽ. ഇപ്പം തീർച്ചയായിട്ടും ഒരുപാട് മോഡലുകൾ, ഒരുപാട് കമ്പനികൾ ഈ മൊബൈലിൻ്റെ കാര്യത്തിലുണ്ട്. ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മൊബൈലിൻ്റെ കമ്പോണൻറ്റുകളാണ് ഇതിൻ്റെ പെർഫോമൻസിനെ നിർണ്ണയിക്കുന്നത്. അതിൽ തന്നെ സ്നാപ്ഡ്രാഗൺ എന്ന കമ്പനി പ്രോസസ്സർ ഉണ്ടാക്കുന്നുണ്ട്, MediaTek എന്ന കമ്പനി പ്രോസസ്സർ ഉണ്ടാക്കുന്നുണ്ട്. മിക്കവാറും ഈ പ്രോസസ്സറുകളിൽ തന്നെ എൻട്രി ലെവൽ പ്രോസസ്സറുകളും പ്രീമിയം ലെവൽ പ്രോസസ്സറുകളും ഉണ്ട്. അന്നേരം അതിനനുസരിച്ച് പെർഫോമൻസിലൊക്കെ വ്യത്യാസം വരും. പിന്നെ മൊബൈലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വില കുറഞ്ഞ് മൊബൈൽ കൊടുക്കുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ബ്ലോട്ട്വെയറുകൾ അല്ലെങ്കിൽ പരസ്യം കാണിക്കാനുള്ള സംഗതികളും കൂടെ ചേർത്താണ് നമുക്ക് മൊബൈലുകൾ വിൽക്കുന്നത്. ഇപ്പോൾ റെഡ്മി, റിയൽമി ഇവരെല്ലാം ചെയ്യുന്നതാണ്. അവർ വില കുറച്ച് വിൽക്കും, പക്ഷേ നമ്മളെ അതിൽ കൂടെ തന്നെ പരസ്യം കാണിക്കും. ആ പരസ്യത്തിന് അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അന്നേരം അതൊരു ഇതാണ്, നോയ്സൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബ്ലോട്ട്വെയറുകൾ ചിലപ്പം നമ്മൾ അത്യാവശ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ പരസ്യം ചാടി വരിക, ആ പരസ്യം കാണിക്കുന്നതിലൂടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുക, ഇത്തരം തലവേദനകൾ ഉണ്ട് ഇത്തരം നമ്മൾ കുറഞ്ഞ വിലക്കൊക്കെ ഫോൺ വാങ്ങിക്കുമ്പോൾ. അന്നേരം അങ്ങനെ ഈ ബ്ലോട്ട്വെയറുകൾ ഇല്ലാത്ത ഫോണുകൾ വാങ്ങിക്കുക. ഇപ്പം ഒരിടയ്ക്ക് മോട്ടറോള ബ്ലോട്ട്വെയർ ഇല്ലാതെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ നത്തിങ് ഫോണിനും ഇതുപോലെ ബ്ലോട്ട്വെയർ ഇല്ലാതെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമല്ല അവരുടെ ഒരു ലുക്ക് ആൻഡ് ഫീല് അവർ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇത്തരം ബ്ലോട്ട്വെയർ ഇല്ലാതൊക്കെയാണ്. അന്നേരം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ ബ്ലോട്ട്വെയർ ഇല്ലാതെ ഉള്ള ആൻഡ്രോയിഡുള്ള ഫോൺ വാങ്ങുക. അതേപോലെ കൂടുതൽ ഡ്യൂറബിലിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ പല മോഡലുകളെക്കാളും മികച്ച മോഡലാണ് സ്നാപ്ഡ്രാഗൺ. കൂടുതൽ ബാറ്ററി ബാക്കപ്പ്, ഹീറ്റിംഗ് കുറവ്, അത് പല കമ്പനികളുടെയും വ്യത്യസ്തമാണെങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ ആണെങ്കിലും MediaTek ആണെങ്കിലും എടുക്കാൻ പോകുന്ന മോഡലിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് റിവ്യൂ നോക്കുക പ്രോസസ്സറിൻ്റെ, അതിന് ശേഷം മാത്രം വാങ്ങുക. അപ്പോൾ ഈ ഒരു ഫോൺ
ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലോട്ട് വെയറുകളൊക്കെ ഇൻസ്റ്റാൾ അതെ. അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം ഉണ്ട് എന്നുള്ളതാണ്. കമ്പനികൾക്കുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ, എൻ്റെ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞു നമുക്ക് വിവോയുടെ ഫോൺ മേടിക്കാം, അല്ലെങ്കിൽ ഒപ്പോയുടെ ഫോൺ മേടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചില കമ്പനികളുടെ പേര് പറഞ്ഞ് ഇത് മേടിക്കാം. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ഫോൺ മേടിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും. പിന്നെ ഈ ഷോപ്പുകൾ കൂടുതൽ മാർജിൻ തരുന്ന ഫോണുകളാണ്, കമ്പനികളുടെ ഫോണുകളാണ് വിൽക്കാൻ കൂടുതൽ ഉത്സാഹം കാണിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണം, ഒരിടയ്ക്ക് വിവോ അല്ലെങ്കിൽ ഒപ്പോ കൂടുതൽ മാർജിൻ കൊടുക്കുന്നവരാണ്. റെഡ്മിയുടെ ഫോണുകളൊന്നും ഒരുപക്ഷെ അവർ വിൽക്കാൻ താല്പര്യം കാണിക്കില്ല, കാരണം മാർജിൻ കുറവാണ്. അല്ലെങ്കിൽ അവർക്ക് കണ്ടീഷനുണ്ട്, അവരുടെ ഇത്ര വോളിയം എടുത്താലേ ഇത്ര മാർജിൻ തരത്തുള്ളൂ. അതൊക്കെ ഒരുപാട് ഘടകങ്ങളാണ് ഷോപ്പുകളിൽ കൂടുതൽ കാണുന്ന ബ്രാൻഡുകൾ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ മാർജിൻ നേടിക്കൊടുക്കുന്നതാവാം. അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് എന്നും വിലയുണ്ട്. അത് വർത്താകുന്ന രീതിയിൽ വേണം, ഒരു ചെറിയ ഹോംവർക്ക് നടത്തി വേണം ഇതെല്ലാം. ഇത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ലെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസയ്ക്കനുസരിച്ച് മികച്ച ഫോണ് വാങ്ങിക്കാൻ സാധിക്കും. ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ എക്സ്ട്രാ ചില ആക്സസറീസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അതൊക്കെ ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ സാധാരണക്കാർക്കില്ല, അതൊന്നും പറയാമോ? തീർച്ചയായിട്ടും. അതിനകത്ത് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ മിക്കവാറും ഷോപ്പുകാരൊക്കെ നേരത്തെ നമുക്കൊരു ബാഗ് തരുമായിരുന്നു. തീർച്ചയായിട്ടും ലാപ്ടോപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് ഒരു ബാഗിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പൊടി, ചൂട് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് ബാഗായിട്ടുണ്ട്. പിന്നെ സ്ലീവ് എന്ന് പറയും, അതിനോട് ഒട്ടിക്കിടക്കുന്ന മാതിരിയുള്ളൊരു കവറ്. അത് രണ്ടും ഈ എക്സ്റ്റേണലായിട്ടുള്ള ഇപ്പോൾ ഒരു തട്ടുക, മുട്ടുക ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ലാപ്ടോപ്പിനെ സംരക്ഷിക്കും. അതുപോലെ ലാപ്ടോപ്പിൻ്റെ ബെസൽസ് എന്ന് പറയും, സ്ക്രീനിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് കവറിങ്, എഡ്ജിലുള്ള ബെസൽസ് കൂടുതലുള്ള ലാപ്ടോപ്പ് വാങ്ങിക്കുക. അത് അവിടെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ സ്ക്രീനിന് വലിയ പരിക്കൊന്നും പറ്റുകയില്ല. അതിൻ്റെ ആ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ കട്ടിക്ക് ആ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ, അതാണ് ബെസൽ. ബെസലില്ലാത്ത, സ്ക്രീൻ കൂടുതലുള്ള, എഡ്ജ് വരെ സ്ക്രീനുള്ളതാണ് ബെസലില്ലാത്ത ലാപ്ടോപ്പ് എന്ന് പറയുക. അത്തരം ലാപ്ടോപ്പുകൾ തട്ടിയാൽ മുട്ടിയാലും കൂടുതൽ പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് അതുവഴി ഉറുമ്പ് കയറും, പൊടി കയറി കഴിഞ്ഞാൽ ജാമാകും. അന്നേരം അതിന് മേളിലിടുന്നൊരു കീബോർഡ് കവറുണ്ട്, കവറല്ല, ഒരു പ്ലാസ്റ്റിക് ഒരു ജെൽ ടൈപ്പ് കവർ. അതൊരു 100-130 രൂപ കിട്ടും, അതിടുക. പിന്നീട് നമുക്ക് കൂടുതൽ ഓൺലൈൻ മീറ്റിങ്ങിനൊക്കെ നമ്മൾ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എൻട്രി ലെവൽ ലാപ്ടോപ്പുകളൊക്കെ, വില കുറഞ്ഞ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ക്യാമറ ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ കൂടുതൽ വ്യക്തത വേണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ക്യാമറ, വെബ് ക്യാമറ വാങ്ങിക്കുക. പിന്നീട് മൗസ്, ഇപ്പം ഓൺലൈനൊക്കെ വാങ്ങിയ മൗസ് ഒന്നും ഒരു ഫ്രീ തരത്തില്ല. ഇപ്പോൾ ഷോപ്പുകളിൽ തരുന്ന ഫ്രീ മൗസ് ചിലപ്പോൾ അവർ അധികം നാൾ നിൽക്കണമെന്നില്ല. മൗസ്, അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ. പിന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജുകൾ, നമ്മൾ ഡാറ്റ നമ്മൾ ഒരു ബാക്കപ്പ് എടുത്തു സൂക്ഷിക്കാൻ എക്സ്റ്റേണൽ സ്റ്റോറേജ്, ഇത്തരം കാര്യങ്ങളാണ് ആക്സസറികളായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടത് എക്സ്ട്രാ ആയിട്ട്. അത് അന്നേരം തന്നെ വാങ്ങിക്കണമെന്നില്ല, ക്രമേണ പതുക്കെ വാങ്ങിക്കുക. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു രക്ഷിതാവ് ഈ കോവിഡ് ടൈമിന് സമയത്ത് പിന്നെ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ചെന്നു. അപ്പോൾ കടയിൽ ചെന്ന ആളൊരു ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ലാപ്ടോപ്പ് പിടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ അഡീഷണൽ സാധനമാണ്, കുട്ടിക്ക് ഗുണപ്പെടട്ടെ എന്ന് ഓർത്തിട്ട് ഈ ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചു വരുന്ന രക്ഷിതാവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ലാപ്ടോപ്പ് സെലക്ട്? അത് രണ്ട് രീതിയിലുണ്ട്. സാധാരണ ഇതിൽ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോസസ്സ് ചെയ്യാൻ പ്രത്യേക ഒരു പ്രോസസ്സർ എന്നാണ് ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗെയിം കളിക്കേണ്ടവർക്ക് കൂടുതൽ റെസൊല്യൂഷനിൽ, അതുപോലെ എഡിറ്റിംഗ് നടത്തേണ്ടവർക്കൊക്കെയാണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം. സാധാരണ ഉപയോഗങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യമില്ല. അത് നിലവിൽ അതിൻ്റെ പ്രോസസ്സറിൽ തന്നെ എംബഡ് ചെയ്തിരിക്കുകയാണ്. സാധാരണ കാര്യങ്ങൾക്ക് അത് മതി. പിന്നീട് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോൾ അവന് ഗെയിമും കൂടെ കളിക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ വീട്ടിൽ പറയും, ഗ്രാഫിക്സ് കാർഡുള്ള ഒരു ലാപ്ടോപ്പാണ് എനിക്ക് വേണ്ടതെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം സാധാരണ ഒരു എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡും കൂടെ വരുമ്പോൾ ലാപ്ടോപ്പിൻ്റെ വില ഉയരും. 35,000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട ലാപ്ടോപ്പ് ഗ്രാഫിക്സ് കാർഡും കൂടെ ഒക്കെ വരുമ്പം 60,000, 1,00,000 രൂപ വരെ വില കൂടാറുണ്ട്. അന്നേരം അത് ആവശ്യമാണോ എന്നറിഞ്ഞ ശേഷം മാത്രം വാങ്ങിക്കേണ്ടതാണ്. ഈ ലാപ്ടോപ്പിനകത്ത് തന്നെ പല ലെവൽ ടൈപ്പ് ഓഫ് ഫോണുകൾ, ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ്, ബിസിനസ് ടൈപ്പ്, അതുപോലെ തന്നെ ഈ ഗെയിമിങ്ങിനുള്ളത്. അപ്പോൾ ഈ 3 ടൈപ്പ് ലാപ്ടോപ്പ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഈ ബിസിനസ് ലാപ്ടോപ്പൊക്കെ വന്ന് വലിയ ആവശ്യത്തിനുള്ള ഈ പറഞ്ഞ ടെക്കികൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പൊക്കെ വന്നിട്ട് സാധാരണക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് വലിയ വിലയ്ക്ക് വാങ്ങിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഒരു സാധാരണ നോർമൽ യൂസിന് ഏത് ലാപ്ടോപ്പ് ആയിരിക്കും നമ്മൾ വേണ്ടത്? ഇത് കമ്പനികൾ നടത്തുന്ന ഒരു സെഗ്മെൻറ്റേഷനാണ്, പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷനാണ്.
ഇത് നമുക്ക് അവർക്ക് ചീപ്പ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ 3 ഇതായിട്ട് തിരിക്കുകയാണ് കാറ്റഗറി ആയിട്ട്. അന്നേരം ബഡ്ജറ്റ് വിലയിൽ കൊടുക്കാൻ പറ്റുന്ന ലാപ്ടോപ്പ്, അന്നേരം അതാണ് ഈ സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ലാപ്ടോപ്പ് എന്നൊക്കെ പേരിട്ട് വിൽക്കുന്നത്. ഇതെല്ലാ കമ്പനികൾക്കും ഇങ്ങനൊരു സീരീസുകളുണ്ട്. ഉദ്ദേശിക്കുന്നതാണ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്പ് കൊടുക്കുക എന്നുള്ളത്. അന്നേരം അത് കുറഞ്ഞ വിലയാകുമ്പോൾ കമ്പോണൻസും ചീപ്പായിരിക്കും. കമ്പോണൻസ് ചീപ്പാന്ന് വെച്ചാൽ കീബോർഡ് ഒരുപാട് ഹെവി യൂസിനൊന്നും പറ്റുന്നതായിരിക്കത്തില്ല. ഒരു 2-2.5 കൊല്ലം കൊണ്ട് കീബോർഡ് മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ അതിൻ്റെ കേസ് വെറും ചീപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറം പോകാം, പോറൽ വീഴാം, പൊട്ടിപ്പോകാം, ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ ആ ഘടകങ്ങളൊക്കെ എക്കണോമി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കും. പ്രൊസസ്സറൊക്കെ ഒരു പക്ഷേ ലോ പവേഡായിട്ടുള്ള പ്രൊസസ്സറൊക്കെ ആയിരിക്കും. അതാണ് എൻട്രി ലെവൽ ലാപ്ടോപ്പ്, സ്റ്റുഡൻറ്റ് ലെവൽ ലാപ്ടോപ്പ് ഒക്കെ. ഇതിനൊരു ആയുസ് എന്നൊക്കെ പറഞ്ഞാൽ 3 വർഷമൊക്കെ തന്നെ ഓടും. പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ഓരോന്നായിട്ട് മാറേണ്ടി വരും, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ അടുത്ത സെഗ്മെൻറ്റാണ് ബിസിനസ് ലാപ്ടോപ്പുകൾ എന്ന് പറയും. പൊതുവേ ഉള്ളൊരു സെഗ്മെൻറ്റേഷനാണ്. കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും. അവർ സാധാരണ പറയാറുണ്ട് പ്ലാസ്റ്റിക് കുറച്ചുകൂടെ നല്ല ഗ്രേഡുള്ളതായിരിക്കും. മിലിറ്ററി ലെവൽ അല്ലെങ്കിൽ മിലിറ്ററി പ്ലാസ്റ്റിക് എന്നൊക്കെ പറയും. കൂടുതൽ താഴോട്ട് വീണാലും പൊട്ടില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ കൊണ്ടുപോകാം, ഷെയ്ക്ക് വന്നാലും കുഴപ്പമില്ല. അന്നേരം അതിൻ്റെ കമ്പോണൻസും കുറച്ചുകൂടെ ഉന്നത നിലവാരമുള്ളതായിരിക്കും, വിലയും കൂടുതലായിരിക്കും. ഒരുപക്ഷെ അത് 6 വർഷം 8 വർഷം വരെയൊക്കെ ഉപയോഗിക്കാം. നമ്മളൊരു ദീർഘകാലത്തേക്കൊക്കെയാണ് ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻട്രി ലെവൽ ലാപ്ടോപ്പിനേക്കാളും ഒരു 8,000 രൂപ 10,000 രൂപ കൂടുതൽ കൊടുത്ത് ബിസിനസ് ലാപ്ടോപ്പുകൾ വാങ്ങുക. കൂടുതൽ ഡ്യൂറബിലിറ്റി ഉണ്ടാവും. നമ്മൾ ഈ യാത്ര ചെയ്യാൻ നല്ലതാണ്, എടുത്തു കഴിഞ്ഞാൽ പൊട്ടുമെങ്കിൽ പോലും കൂടുതൽ ഷെയ്ക്ക് വരാത്തത്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളത് പ്രീമിയം ലാപ്ടോപ്പുകളാണ്. കൂടുതൽ തിന്നായിരിക്കുന്നത്, അല്ലെങ്കിൽ ടച്ച് സ്ക്രീനുള്ളത്, ഇതൊക്കെ, അല്ലെങ്കിൽ ബാക്ക്ലിറ്റ്, അതായത് കീബോർഡുകളിൽ ലൈറ്റുള്ളത്, അതൊക്കെ അങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ വരുന്നതാണ് പ്രീമിയം ലാപ്ടോപ്പുകൾ. പിന്നെ അടുത്തൊരു ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ പ്രത്യേകം ഗ്രാഫിക്സ് കാർഡൊക്കെയുള്ള ഗെയിമിംഗ് പർപ്പസിനായിട്ടുള്ള ലാപ്ടോപ്പുകൾ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യും, പ്രോസസ്സിങ് പവർ ആവശ്യമുണ്ട് ഗെയിമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അതിൻ്റെ പ്രത്യേകത വലിയ ബാക്കപ്പ് ഒന്നും കാണത്തില്ല, ബാറ്ററിക്ക് പെട്ടെന്ന് തീർന്നു പോകും. അതിന് പൊതുവേ വില കൂടുതലാണ്. അങ്ങനെ ഓരോ കമ്പനികൾക്കും ഇങ്ങനെ 3-4 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസിക് യൂസിന് എൻട്രി ലെവൽ ലാപ്ടോപ്പുകൾ, കുറച്ചുകൂടെ റഫ് യൂസിനൊക്കെ ഉള്ളത് ബിസിനസ് ലാപ്ടോപ്പുകൾ, പിന്നെ ഗെയിമിംഗ് സീരീസ്, അങ്ങനെ പ്രീമിയം സീരീസ്, അങ്ങനെ പോകും. അത് ഓരോ കമ്പനിക്കും പേരുകളുണ്ട്. ഇപ്പോൾ ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ എന്ന സീരീസാണ് എൻട്രി ലെവൽ ലാപ്ടോപ്പ്. അത് ആണ് മിക്കവാറും ഷോപ്പുകളൊക്കെ വിൽക്കുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് ഇതിൻ്റെ വ്യത്യാസമൊന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയും, ഇതാണ് ലാപ്ടോപ്പ് ഉള്ളത്, എടുത്ത് കൊടുക്കും. അന്നേരം നമ്മളും വിചാരിക്കുന്നത് ഏത് വില കൊടുത്താലും ഒരേ ലാപ്ടോപ്പാണ് നമുക്ക് കിട്ടുന്നതാണ് സാധാരണക്കാരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഷോപ്പുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എൻട്രി ലെവൽ, വില കുറഞ്ഞാണ് എല്ലാവർക്കും വേണ്ടത്, എൻട്രി ലെവൽ ലാപ്ടോപ്പ് കൊടുക്കും. അടുത്ത സെഗ്മെൻറ്റ് ഡെല്ലിൻ്റെ വോസ്ട്രോ സീരീസ് എന്ന് പറയും. അതൊരു മിഡ് റേഞ്ച് ബിസിനസ്സുകാർ ഉള്ളതെന്നാണ് പറയുന്നത്. മിഡ് റേഞ്ച് ബിസിനസ് അത് കുറച്ചുകൂടി ഡ്യൂറബിളാണ്. അതിനടുത്ത ഇതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. മിക്കവാറും ശ്രദ്ധിച്ചറിയാം, IT എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോമിന് കമ്പനികൾ കൊടുക്കുന്നത് ഈ ലാറ്റിറ്റ്യൂഡ് സീരീസ് ലാപ്ടോപ്പുകളായിരിക്കും. അത് റഫ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ദീർഘനാൾ ഓടിക്കാം, അങ്ങനെയുള്ള പ്രത്യേകതകൾ. അതുപോലെ ലെനോവ എന്ന കമ്പനിക്ക് അവരുടെ ഐഡിയ പാഡ്, അതാണ് അവരുടെ എൻട്രി ലെവൽ ലാപ്ടോപ്പ്. പിന്നീട് തിങ്ക് പാഡ് അവരുടെ മിഡ് റേഞ്ച്, അങ്ങനെ എല്ലാ കമ്പനികൾക്കും ഈ റേഞ്ച് ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ റേഞ്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാം. നമ്മൾ ഈ ലാപ്ടോപ്പും ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരും. അപ്പോൾ ചില ലാപ്പ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലിനക്സ് ആയിരിക്കും, ചിലത് വിൻഡോസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് മികച്ചതെന്നുള്ളതിലുപരിയായിട്ട് രണ്ടാമെന്ന് തോന്നുന്നു. അപ്പം ഇതിനെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടത് എന്നുള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വിൻഡോസാണ് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ ആൾക്കാർ വിൻഡോസ് ഉപയോഗിച്ചാണ് ഏറ്റവും നമുക്ക് പരിചയം. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പുകൾ മൈക്രോസോഫ്റ്റുമായിട്ടൊരു ഡീലുണ്ട്. അവർക്ക് ബൾക്കായിട്ട് ലൈസൻസുകൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളൊരു വിൻഡോസിൻ്റെ 11 ഹോം എഡിഷന് 10,000 രൂപ ലൈസൻസിന് കൊടുക്കണം. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ലെനോവ എന്ന കമ്പനി അവരുടെ ലാപ്ടോപ്പുകളിൽ വിൻഡോസ് 11 ഹോം എഡിഷൻ ഒരു പക്ഷേ 4,000 രൂപ 5,000 രൂപയ്ക്കായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ താഴ്ന്ന വിലയ്ക്കായിരിക്കും കൊടുക്കുക.
അങ്ങനെ അവർ തമ്മിൽ ഡീലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ലാപ്ടോപ്പുകളിലും ഇങ്ങനെ വിൻഡോസ് പ്രീ ലോഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ MS ഓഫീസും പ്രീ ലോഡഡ് ആയിരിക്കും. സാധാരണക്കാർക്ക് നിത്യവും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അതായതുകൊണ്ട്. ഇനി നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് ഒരു ബ്രൗസർ മാത്രം വർക്ക് ചെയ്താൽ മതി. എങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വില കൂടി ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ 4000 രൂപ വീണ്ടും വിലയിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു ലാപ്ടോപ്പ് വാങ്ങുക, അതല്ലാന്നുണ്ടെങ്കിൽ ലിനക്സ് പ്രീലോഡ് ചെയ്ത ലാപ്ടോപ്പ് വാങ്ങുക. അന്നേരം ബ്രൗസർ ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, നിങ്ങൾക്കത് ഉപയോഗിക്കാം. വിൻഡോസിലെ സമാനമായ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഇങ്ങനെ രണ്ട് വ്യത്യാസമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് വേണ്ട നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ ലിനക്സ് ഉള്ള ലാപ്ടോപ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ലാപ്ടോപ്പ് വാങ്ങിച്ച ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ വിൻഡോസ് വാങ്ങിച്ച മറ്റൊരു പ്രശ്നമുണ്ട്, ഒരു ആൻറ്റിവൈറസ് കൂടി നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അതൊരു എല്ലാ വർഷം 600 1000 രൂപ നമ്മൾ പിന്നെയും മുടക്കേണ്ടി വരും. അതിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പിന്നെയും പൈസ മുടക്കേണ്ടി വരും. ലിനക്സിനാണെങ്കിൽ ആ പ്രശ്നമില്ല. ലിനക്സിന് വൈറസ് പ്രശ്നം പൊതുവേ കുറവാണ്. കൂടുതൽ വൈറസുകളും മാൽവെയറുകളും വിൻഡോസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതൊന്നും തന്നെ ലിനക്സിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ലിനക്സിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വില കുറഞ്ഞ ഒരു ലാപ്ടോപ്പ് മതി. വിൻഡോസിനെ ഒഴിവാക്കി ലിനക്സിലേക്ക് വരാം. സോഫ്റ്റ്വെയറാണ്, അതിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വിൻഡോസിനേക്കാളും പെർഫോമൻസും കൂടെ നല്ലതായിരിക്കും ലിനക്സിൽ. കുറച്ച് റാം മതിയാവും, ഫാസ്റ്റ് ആയിരിക്കും, എന്നും ഒരേ സ്പീഡായിരിക്കും. വിൻഡോസ് ഈ പറയുന്ന ഷട്ട് ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയം അപ്ഡേറ്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ സമയമെടുക്കും. ലിനക്സിന് അങ്ങനെ പ്രശ്നങ്ങളില്ല. പക്ഷേ ലിനക്സ് അധികം പേര് ഉപയോഗിക്കാറില്ല. അത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് ലിനക്സിലേക്ക് പോകാൻ നല്ലൊരു ചോയ്സാണ്. ഈ അപ്ഗ്രേഡേഷനൊക്കെ ഈ അപ്ഡേറ്റ്സൊക്കെ കൃത്യമായി കിട്ടാറുണ്ടോ ലിനക്സിന്? ലിനക്സിന് എല്ലാ അപ്ഡേറ്റുകൾ വിൻഡോസിനേക്കാളും ഫാസ്റ്റാണ്. ശരി. വിൻഡോസിനും അപ്ഡേറ്റ് ഉണ്ട്. അത് ലൈസൻസ് വെർഷൻ വാങ്ങിക്കുമ്പോൾ മിക്കവാറും ഇന്ത്യക്കാർ ലൈസൻസ് ഇല്ലാത്ത വിൻഡോസാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് അപ്ഗ്രേഡ് ഒന്നും കിട്ടത്തില്ല. പിന്നെ വൈറസിൻ്റെ അറ്റാക്ക് അവർക്ക് കൂടുതലായിരിക്കും. ശരി. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അതിനകത്ത് കൂടുതലായിട്ടുണ്ട്. നമ്മൾ ലാപ്ടോപ്പിനെ കുറിച്ച് സംസാരിച്ചു, ലാപ്ടോപ്പ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ ആളുകളുടെ കയ്യിലുള്ളതാണ് ടാബ്. ഇപ്പം ഐപാഡുണ്ട്, അതുപോലെ തന്നെ പല ലെനോവയുടെയും പല പല കമ്പനികളുടെ ടാബുകളുണ്ട്. ഈ ടാബ് എങ്ങനെയാണ് നമ്മൾ ഇതിനിടയ്ക്ക് പ്ലേസ് ചെയ്യുന്നത്? ഏത് തരം യൂസേഴ്സാണ് ടാബ്? ഇപ്പം ഞാനൊരു ടാബ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം ഏത് രീതിയിലുള്ളതായിരിക്കും? ഇതൊക്കെ ഒന്ന് പറയാമോ? മൊബൈലിനും ലാപ്ടോപ്പിനും ഇടയ്ക്ക് വരുന്ന യൂസുകൾക്കാണ് ടാബുകൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പുസ്തകങ്ങൾ, ഇ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ സ്റ്റൈലസ് പേന വെച്ചെഴുതേണ്ടവർക്ക് സ്റ്റൈലസ് കൂടുതൽ സൗകര്യപ്രദമായിട്ട് മൊബൈലിനേക്കാളും നന്നായിട്ട് എഴുതാൻ വേണ്ടിയൊക്കെയാണ് ടാബ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വലിയ സ്ക്രീൻ പിടിച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടാബും മൊബൈൽ പോലെ തന്നെ വർക്ക് ചെയ്യും. സിം ഇടാം, ചില ടാബുകളിൽ സിം ഇട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, ചിലതിൽ കോൾ വിളിക്കാം. ചില ടാബുകളിൽ വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത്തരം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ടാബിലും ഒരുപാട് വിലയുടെ ഏറ്റക്കുറച്ചുകളുണ്ട്. സാംസങ്ങിൻ്റെ ടാബുകളൊക്കെയാണ് മികച്ചതായിട്ട് വിപണിയിലുള്ളത്. അതിനെ ഒരു 20,000 35,000 രൂപ വരെ വിലയിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതിലും കുറവാണ് റെഡ്മി, ലെനോവ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ. ഇത് മൊബൈലിൻ്റെ അതേ സ്പെസിഫിക്കേഷനുകൾ ഹാർഡ്വെയറുകളൊക്കെയാണ് ഈ ടാബിലുള്ളത്. അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണോ മീഡിയ ടെക് പ്രോസസ്സറാണോ അതിലേത് മോഡലാണ്, മിനിമം എത്ര റാം വേണ്ടി വരും. മിനിമം 6 GB റാമുള്ള ഇതാണ് നല്ല പെർഫോമൻസ് ആയിരിക്കും. അത്തരം മൊബൈലിന് ഉപയോഗിക്കുന്ന അതേ ബെഞ്ച് മാർക്കിങ് തന്നെയാണ് ഈ ടാബുകൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നിരന്തരം എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്റ്റൈലസ് ഉണ്ടെങ്കിൽ ടാബ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് പ്രധാന വ്യത്യാസം. ഈ ടാബ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഈ ബാറ്ററിയുടെ മറ്റ് മൊബൈലിനേക്കാൾ കുറച്ചുകൂടി കൂടിയ സ്ക്രീനൊക്കെയാണ്. അതെ. അപ്പോൾ കുറച്ചുകൂടി ബാറ്ററിയും ഒപ്പം തന്നെ പെർഫോമൻസും ഒക്കെ കൂടിയ ടാബ് നമ്മൾ സെലക്ട് ചെയ്യണമായിരിക്കും അല്ലേ? ബാറ്ററിയുടെ ബാക്കപ്പ് mAh എന്നുള്ളൊരു കണക്കിലാണ് പറയുക. മൊബൈലൊക്കെയാണ് 5000 mAh, അല്ലെങ്കിൽ ടാബൊക്കെ ഒരു പക്ഷേ 8000 mAh അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാറ്ററിയുടെ പവർ mAh എത്രയാണെന്ന് നോക്കുക. അവർ തന്നെ പറയും 6 മണിക്കൂർ, അല്ലെങ്കിൽ ഐഡിയലായിരിക്കുവാണെങ്കിൽ കൂടുതൽ സമയത്തേക്ക് ബാക്കപ്പ്. ഇതൊക്കെ നമ്മൾ പരിഗണിച്ച് വേണം ഈ ടാബ് ഉപയോഗിക്കാൻ. ടാബ് മൊബൈൽ പോലെ നിരന്തരം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിച്ച ശേഷം ഐഡിയലായിട്ട് വെക്കുന്നു, സ്ക്രീൻ ഓഫ് ആകുന്നു, ബാറ്ററി കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. അന്നേരം ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്.
ഈ സിനിമ കാണാനും ഒക്കെ സിനിമ കാണാനും ഡിസ്പ്ലേ പ്രധാനപ്പെട്ട പലതരം ഡിസ്പ്ലേകളുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ ടാബിനകത്ത് മൊബൈലിനേക്കാൾ കുറച്ചുകൂടി ഈ ഡിസ്പ്ലേ പ്രധാനമായിട്ട് വരുന്നുണ്ടല്ലേ? അത് വലിയ സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ മികച്ചതായിട്ടുള്ളത് തന്നെ കാണുക കാര്യം, അല്ലെങ്കിൽ ഇതൊരു വലിയ സർഫേസാണ്. അതിന് കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത് അത്ര നല്ലതല്ല. മികച്ച ഡിസ്പ്ലേ ഉള്ളത് തന്നെ വാങ്ങിക്കുക. അതിന് കണ്ണിനും നല്ല കൂളായിരിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മൊബൈലിൻ്റെ മാതിരി തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്ലോട്ട്വെയറുകൾ കുറവുള്ള ടാബ് വാങ്ങിക്കുക. ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഈ സിം ഇടുന്നത് വേണോ വൈഫൈ ഉള്ളത് വേണോ, നിങ്ങൾ കൂടുതൽ വീട്ടിലാണ് ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിം ഇടുന്നത് ആവശ്യമില്ല, വൈഫൈ മാത്രം മതിയാവും. അന്നേരം അതിനകത്തൊക്കെ വിലയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണ് ഒരു ഫോൺ മേടിക്കേണ്ടത്, ലാപ്ടോപ്പ് മേടിക്കേണ്ടത്, ടാബിനെ കുറിച്ച് സംസാരിച്ചു. ഈ വളരെ യുക്തിപരമായി കൃത്യമായി പ്ലാൻ ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണെങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറുകളിൽ നിൽക്കുന്ന സംവിധാനമാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു കൃത്യമായ പ്രൊഡക്റ്റിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു നല്ല ഹോംവർക്ക് നടത്തുക മുന്നേ. അതുപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതിൻ്റെ വിലകൾ നിരീക്ഷിക്കുക. അതിനുശേഷം അത് വില കുറയുന്ന അനുയോജ്യമായ സമയത്ത് വാങ്ങുക എന്നുള്ളതാണ്. അത് സെയിൽ വരുമ്പോൾ കൂടുതൽ വില കുറയുകയാണെങ്കിൽ വാങ്ങുക. അങ്ങനെ മികച്ച പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ വാങ്ങുക. അതിന് വാറൻറ്റി ഉള്ളത് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററുകൾ, ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് സർവീസ് സെൻറ്റർ കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കുക. അത് നമുക്ക് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അത്തരം എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് നല്ല ആലോചിച്ച ശേഷം മാത്രം ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുക. കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളുടെ പണത്തിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന് അതൊരു മൂല്യം ആയിരിക്കുകയും ചെയ്യും. മറ്റു വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നൊരു വീഡിയോ ഇതാകുന്നതിന് ഒരു കാരണമാണ്. കാരണം പലപ്പോഴും പല ഗാഡ്ജറ്റിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്നു, വാങ്ങിക്കുന്ന വിലയെക്കുറിച്ച് പറയുന്നു. നമ്മൾ സംസാരിച്ച ഏറ്റവും സാധാരണക്കാരനും കൂടി ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് കടന്നു വരാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ധാരണകളൊന്നും ഇതിനെപ്പറ്റി ഇല്ലാത്ത ഒരാൾക്ക്, ഒരു തുടക്കക്കാരനും കൂടി കടന്നു വരാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു.